നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തിഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 385th day. Today 75th sloka of 5th chapter. For details please see the description box. ഗീതാസ് ഭക്തിഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 385 ദിവസം. ഇന്ന് 5ാമത്തെ അധ്യായത്തിലെ 75ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായി അദ്വൈതദീപമായി മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 5ാമത്തെ അധ്യായത്തിലെ 75ാമത്തെ ശ്ലോകം. ഹതം അശ്രോത്രിയേദാനം അനാചാരഹതം കുലം വിശ്വാസോ ഗുരുവാക്യേഷു സ്വസ്മിൻ ദീനത്വഭാവന. ഹതം അശ്രോത്രിയേദാനം അനാചാരഹതം കുലം വിശ്വാസോ ഗുരുവാക്യേഷു സ്വസ്മിൻ ദീനത്വഭാവന. ഓം തത്സത്. കഴിഞ്ഞ ശ്ലോകങ്ങളിൽ എന്തൊക്കെയാണ് ഒരു മനുഷ്യന് ആ മനുഷ്യനാൽ ഗുണം ചെയ്യാത്തത് എന്ന് പറയുകയായിരുന്നു. എന്തുകൊണ്ടാണ് ആ ഒരു വിമാനം മാത്രം വന്ന് ആ ദുന്ദുകാരിയെ മാത്രം കൂട്ടിയിട്ട് പോകുന്നത് എന്ന് ചോദിച്ചതിന് മറുപടിയായിട്ട് വിഷ്ണുദൂതൻ പറയുന്നതാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. അവർ പറയുകയാണ് ഹതമശ്രോത്രിയേ ദാനം, അതായത് വേദം പഠിക്കാത്ത ബ്രാഹ്മണത്വം ആചരിക്കാത്ത ബ്രാഹ്മണന്മാർക്ക് ദാനം ചെയ്യുന്നത് ഒരു ഗുണവും ചെയ്യുകയില്ല. അങ്ങനെ ദാനം ചെയ്യുന്നത് തെറ്റാണ്. പിന്നെ അനാചാരഹതം, ഒരു മനുഷ്യൻ അനാചാരം ആചരിക്കേണ്ടത് ആചരിക്കാതെ തെറ്റായ ദുരാചാരിയായാൽ, മോശം പ്രവൃത്തികൾ ചെയ്താൽ, ദുഷ്കർമ്മങ്ങൾ ചെയ്താൽ അത് അവൻ്റെ കുലത്തെ തന്നെ നശിപ്പിക്കും. വിശ്വാസോ ഗുരുവിൻ്റെ വാക്യത്തിൽ വിശ്വാസമില്ലായ്മ, ഗുരുവിൻ്റെ വാക്യങ്ങൾ വിശ്വസിക്കണം. അത് വിശ്വാസമില്ലാത്തതായാൽ, വിശ്വസിക്കാതിരുന്നാൽ അത് അവനെ നശിപ്പിക്കും. സ്വസ്മിൻ ദീനത്വഭാവൻ, ഒരുവൻ അവനെ തന്നെ ദീനനായിട്ട് കരുതിയാൽ അവൻ തന്നെ നശിച്ചു പോകും. ഇങ്ങനെയുള്ളവരൊക്കെ ദീനത്വഭാവത്തോടു കൂടിയിട്ട് ഗുരുവിനെ വിശ്വാസമില്ലാത്തവൻ, ശരിയായ ബ്രാഹ്മണനല്ലാത്തവന് ദാനം ചെയ്യുന്നവൻ, അനാചാരനായിട്ടുള്ളവൻ, ഇങ്ങനെയുള്ളവരൊക്കെ ഈ ഭാഗവത ശ്രവണം കൊണ്ട് പുണ്യത്വം നേടുകയില്ല എന്നാണ് പറയുന്നത്. തൃപ്തികരമായിട്ട് വരികയില്ല. അതുപോലെ ഇങ്ങനെയുള്ളവരൊക്കെ ആചരിക്കുന്ന പ്രവൃത്തികൾ തൃപ്തികരമായിരിക്കുകയില്ല. അതുകൊണ്ട് ഇവയൊക്കെ തികഞ്ഞവരായിരിക്കും. അതായത് ആചരിക്കേണ്ടത് മാത്രം ആചരിക്കുന്നവർ, നല്ല ബ്രാഹ്മണന്മാർ, അവർക്ക് ദാനം ചെയ്യുന്നവർ, പിന്നീട് ഗുരുവിൻ്റെ വാക്യത്തിൽ വിശ്വാസമുള്ളവൻ, ദീനത്വഭാവം ഇല്ലാത്തവൻ, ഇങ്ങനെയുള്ളവരൊക്കെ കഥാശ്രവണം ചെയ്താൽ അതിന് യഥാർത്ഥമായ ഫലം ലഭിക്കും. അങ്ങനെയല്ലെങ്കിൽ അതിന് യഥാർത്ഥമായ ഫലം ലഭിക്കുകയില്ല എന്നാണ് പറയുന്നത്. ഒരു ഭാഗവതമായാലും ഏത് കഥകളായാലും എന്തായാലും നാം ശ്രവിക്കുമ്പോൾ ആ ശ്രോതാവിനുണ്ടാകേണ്ട ഗുണങ്ങളാണ് ഇവിടെ ഈ വിഷ്ണുദൂതന്മാർ ഗോകർണന് പറഞ്ഞു കൊടുക്കുന്നത്. ശ്ലോകം ഒരിക്കൽ കൂടി. ഹതം അശ്രോത്രിയേ ദാനം അനാചാരഹതം കുലം വിശ്വാസോ ഗുരുവാക്യേഷു സ്വസ്മിൻ ദീനത്വഭാവന. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ നന്മയും എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഓം തത്സത്.